ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി നീളമുള്ള പ്രൊഡക്റ്റാണ്. ഇനിയുണ്ട്, ഇങ്ങനെ മടക്കി വെച്ചാൽ ഇത്രയും നീളമുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല, ആമസോണിലും ഉണ്ട്. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പ്രത്യേകിച്ച് പാക്കിംഗ് ഒന്നുമില്ല, ഇതിൻ്റെ പാക്കേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ബില്ലും കാര്യങ്ങളും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പം ലാഗില്ലാതെ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് നടക്കാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനലെല്ലാം വെള്ളിയാഴ്ച വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പം നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ്, ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ്, ഞാൻ എടുത്ത ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ള് കണ്ട് ആ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് താല്പര്യമുള്ളവരാണ് വാങ്ങാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചത്. ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഡോറിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. ഏറ്റവും താഴ്വശത്തായിട്ട് ഇവിടെ സ്പോഞ്ച് ഉണ്ട്. ഇവിടെ നടുക്ക് മാത്രം കണ്ടോ, ഇവിടെ സ്പോഞ്ച്, ഇവിടെ ഒരു തുണി മാത്രം. പുള്ളിയുടെ ആരെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അവരുടെ നല്ലൊരു ഇൻവെൻഷനാണിത്. മീൻസ് സിമ്പിളാണ്, പക്ഷേ നല്ല എഫക്റ്റീവാണ്. അപ്പം ഇത് പാക്ക് ഓഫ് 4 ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 1, 2, 3, 4. 4 വാങ്ങുമ്പോൾ 200 താഴെയൊക്കെ ആകുന്നുള്ളൂ. ഒരെണ്ണം വാങ്ങാനാണെങ്കിലും പിന്നെ ഡെലിവറി ചാർജ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അതിലും ഭേദം 4 തന്നെ വാങ്ങുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. നമുക്ക് വേണ്ടത്ര ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഇത് തുണിയാണ്, ഇത് സ്പോഞ്ചാണ്. അതുകൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി ആവശ്യമുള്ള അനുസരിച്ച് ഇത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഏകദേശം ഒരു 1 മീറ്ററിന് അടുപ്പിച്ചുണ്ട്. ഇത്ര ഇങ്ങനെ വെച്ചാലേ ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ 4 അത്യാവശ്യം ഇതിനാണ് ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇത് സ്റ്റിച്ചാണോ അതോ പശ ഒട്ടിച്ചേക്കുവാണെന്ന് അറിയത്തില്ല. എന്തായാലും അതും നല്ല ഡീസൻ്റായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സ്പോഞ്ച് കാണണമെങ്കിൽ ഇതിവിടെ സ്പോഞ്ച് അത് മാത്രമേ ഉള്ളൂ. നമുക്കിത് അതൊരു ഇത് ചെയ്തു വേണ്ടത് അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അത് വേണ്ട ഡോറിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇവിടെയാണ് എൻ്റെ നടുക്കുവശം വരുന്നത്. ഈ സ്റ്റിച്ചിങ് ആണോ പശയാണോ ഒന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഈ താഴത്തെ ഗ്യാപ്പിലോട്ട് ഈ പഞ്ഞിയില്ലാത്ത സ്പോഞ്ചില്ലാത്തരം ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം. ഇതിങ്ങോട്ട് ഇങ്ങനെ അറ്റത്ത് വരെ ഇടുക. എന്നിട്ട് എക്സസ് വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിടും. ഇത് നമുക്കിങ്ങനെ വേറെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഇൻസെക്ട്സ് ഒന്നും അകത്തോട്ട് കയറത്തില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. പൊടികളകത്തോട്ട് അധികം കയറത്തില്ല. ഇവിടെ സ്പോഞ്ചുകളുണ്ട്. ബാക്കി ഭാഗം നമുക്കപ്പം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡോറും അടഞ്ഞോളൂ. നമ്മൾ അൺബോക്സിങ്ങിന് എടുക്കുന്ന നൈഫ് വെച്ച് തന്നെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തത്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എവിടെ വരെ കട്ട് ചെയ്യേണ്ടതെന്ന്. ഇവിടെ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഡോർ കറക്റ്റായിട്ട് നമുക്ക് ഇനി അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഒന്നും കയറുമോ എന്നുള്ള പേടിയും നമുക്ക് വേണ്ട. അപ്പം മറ്റൊരു വീഡിയോയുടെ അടുത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30ക്കാണ്. അതുവരേക്കും താങ്ക് യു.